മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ ഒരു 3 ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3ഉം വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒന്ന് കേട്ടാൽ മതി, ജസ്റ്റ് അങ്ങ് മനസ്സിലായിക്കോളും. ഓക്കെ, ഇതിനകത്ത് വലിയ മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ അങ്ങ് അറ്റത്ത ഒരു നോളജ് ഒന്നും വേണ്ട. ഏറ്റവും സിമ്പിളായ 3 ടോപ്പിക്കാണ്. സോ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, ഇങ്ങനെ 3 ടോപ്പിക്കുകളാണ്. ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ പേരൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. ഏറ്റവും സിമ്പിളാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 ടോപ്പിക്കാണ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്. സോ നമുക്ക് ആദ്യം ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇത് പഠിപ്പിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നിസ്സാര കാര്യമാണോ ഈ പറയുന്ന BCom 6th സെമ്മിലൊക്കെ പഠിക്കുന്നതെന്ന്. അത്രയ്ക്ക് എളുപ്പമാണ്. സോ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും പഠിക്കാനുണ്ട്, കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നോക്കാം. ഒരിക്കൽ കൂടെ പറയുവാണ്, ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഈ നിസ്സാര കാര്യമാണോ സംഭവം എന്ന്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് 2 വർഷത്തെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ തന്നാൽ മതി. 2015ലെയും 2016ലെയും ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ലൈബിലിറ്റി സൈഡിൽ ഐറ്റംസ് ഉണ്ട്, ആസെറ്റ് സൈഡിലും ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2015ലെയും 2016ലെയും കൂടെ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു ഫോർമാറ്റ് വരയ്ക്കുക. ഒരു പർട്ടിക്കുലേഴ്സ് 2015, 2016, ഒരു എമൗണ്ട്, ഒരു പെർസെൻറ്റേജ്, ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു പർട്ടിക്കുലേഴ്സ് 2015, 2016, എമൗണ്ട്, പെർസെൻറ്റേജ്, അതായത് 4 എമൗണ്ട് കോളം പോലെ വരും. ഓക്കെ, എന്നിട്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ അസറ്റ് എഴുതണമെന്ന് നിർബന്ധമില്ല. ആദ്യം ലൈബിലിറ്റിയും എഴുതാം, അത് പ്രശ്നമല്ല. നിങ്ങൾ ആദ്യം ലൈബിലിറ്റി എഴുതിയാലും ആദ്യം അസറ്റ് എഴുതിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു അസറ്റാണ് എഴുതിയിരിക്കുന്നത്. അസറ്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. അതിലാദ്യം ഫിക്സഡ് അസറ്റ് എടുക്കുക. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കോണേ, പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും ഉണ്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറയാനായിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും ഉണ്ട്. സോ നമ്മൾ ആദ്യം ഫിക്സഡ് അസറ്റ് അങ്ങോട്ട് എടുക്കുന്നു, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇനി ചെയ്യുന്ന എന്താണെന്നല്ലേ, മഹാസംഭവം പറയാൻ പോവുക. 2015 പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര? 6 ലക്ഷം. അതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്. 2015 പ്ലാന്റ് ആൻഡ് മെഷീനറി 6 ലക്ഷം, അതൊക്കെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. 2016 ആയപ്പോൾ അത് 5,40,000 കുറഞ്ഞു. സോ എമൗണ്ടിൻ്റെ അവിടെ കുറഞ്ഞു എന്ന് കാണിക്കാൻ -60,000. നോക്കൂ, 2015 നമുക്ക് 6 ലക്ഷം രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരുന്നു. 2016 അത് 5,40,000 കുറഞ്ഞു. ഇത് കുറഞ്ഞു എന്ന് കാണിക്കാൻ -60,000. അപ്പോൾ 60,000 രൂപയുടെ കുറവ് വന്നെന്നാണ്. അടുത്തത് എത്ര ശതമാനത്തിൻ്റെ കുറവാണ് വന്നതെന്നാണ്. എത്ര ശതമാനത്തിൻ്റെ കുറവാണ് വന്നത്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ. എത്ര രൂപയുടെ കുറവാണോ ഉണ്ടായത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ എമൗണ്ട് ഇൻറ്റു 100 ആണ്. കത്തിയില്ല? എത്ര രൂപയുടെ കുറവാണ് ഉണ്ടായത്? 60,000. ആദ്യത്തെ എമൗണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തെ എമൗണ്ട് എത്ര ആയിരുന്നു? 6 ലക്ഷം. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 6 ലക്ഷം ഇൻറ്റു 100, 10 കിട്ടും. അത് കുറവാണെന്ന് കാണിക്കാൻ -10. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതുപോലെ ഓരോ ഐറ്റവും എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം. പ്ലാന്റ് ആൻഡ് മെഷീനറി 60,000 എന്നത് 5,40,000 കുറഞ്ഞു. അപ്പോൾ 60,000ൻ്റെ കുറവ് 10% കുറവ്. ഈ കുറവെന്ന് കാണിക്കാനാണ് ഈ നെഗറ്റീവ് ഇടുന്നത്. ഇനി ഫർണിച്ചർ നോക്കാം. 2015 40,000 ഉണ്ടായിരുന്നു. 2016 അത് 60,000 കൂടി. 20,000 രൂപ പോസിറ്റീവ്. കൂടിയെന്ന് കാണിക്കുമ്പോൾ പോസിറ്റീവ് നമ്പർ. പെർസെൻറ്റേജ് 50%. ഈ 50 എവിടെ നിന്നാണ് കിട്ടുന്നത്? എത്ര രൂപയാണോ ഡിഫറൻസ് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ എമൗണ്ട് ഇൻറ്റു 100. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. എത്ര രൂപയാണോ ഡിഫറൻസ് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ എമൗണ്ട് ഇൻറ്റു 100. ആ ഒരു ഇക്വേഷൻ വെച്ചാണ് ഈ പെർസെൻറ്റേജ് കാണുന്നത്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. 40,000 ഉണ്ടായിരുന്നു, 60,000 കൂടി. അപ്പോൾ 20,000 കൂടി, അതായത് 50% കൂടി. ഇനി ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ 6,40,000 ഉണ്ടായിരുന്നത് 6 ലക്ഷമായിട്ട് കുറഞ്ഞു, -40,000, അതായത് 6.25% കുറവ്. ഇനി കറണ്ട് അസറ്റ്
കറണ്ട് അസറ്റ്, അതായത് ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞാൽ 3 കറണ്ട് അസറ്റ് ഉണ്ട്, അതും ഇതുപോലെ തന്നെ എഴുതുക. കറണ്ട് അസറ്റ് 2015 എത്ര, 16 എത്ര, കൂടിയോ കുറഞ്ഞോ, എത്ര ശതമാനം. ദെൻ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കാണുക. ലാസ്റ്റ് ടോട്ടൽ അസറ്റ് 2015 1,60,000 16 ലക്ഷം, 2015 16 ലക്ഷം ടോട്ടൽ അസറ്റ്, ഇപ്പോൾ 21 ലക്ഷം, 5 ലക്ഷം കൂടി, അതായത് 31.25% കൂടി. ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് ഈ ശതമാനം കാണുന്ന മനസ്സിലായോ? എത്ര രൂപയുടെ ചേഞ്ച് ഉണ്ടായെന്ന് നോക്കുക. ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ എമൗണ്ട് ഇൻറ്റു 100, അതാണ് ഈ പെർസെൻറ്റേജ്. ഇതുപോലെ തന്നെ ലൈബിലിറ്റിയും കാണുക. ലൈബിലിറ്റിയിൽ ആദ്യം വേണമെങ്കിൽ ഒരു ലോങ് ടൈം ലൈബിലിറ്റി എഴുതാം. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിബഞ്ചർ ഒക്കെ. എമൗണ്ട് കമ്പയർ ചെയ്യുക, കൂടിയോ കുറഞ്ഞോ നോക്കുക, അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. കറണ്ട് ലൈബിലിറ്റി എഴുതുക, ടോട്ടൽ ലൈബിലിറ്റി. ഇത്രേ ഉള്ളു സംഭവം. അതായത് നമുക്ക് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിരുന്നാൽ ആ 2 വർഷത്തെയും എമൗണ്ട് കമ്പയർ ചെയ്തിട്ട് എമൗണ്ട് കൂടിയോ കുറഞ്ഞോ എന്ന് പറയുക, എത്ര ശതമാനം കൂടി അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞോ എന്ന് മാത്രം പറയുക. അങ്ങനെ വരയ്ക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇത്രേ ഉള്ളു സംഭവം. ജസ്റ്റ് എമൗണ്ടുകൾ കമ്പയർ ചെയ്തിട്ട് എത്രയാണ് ഡിഫറൻസ്, കൂടിയെങ്കിൽ പോസിറ്റീവ് നമ്പർ, കുറഞ്ഞെങ്കിൽ നെഗറ്റീവ് നമ്പർ, എത്ര പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണെന്നുള്ളതും, കൂടി എന്നാണെങ്കിൽ പോസിറ്റീവ് നമ്പർ പെർസെൻറ്റേജിൽ ഇടുക, കുറഞ്ഞു എന്നാണെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് നമ്പർ പെർസെൻറ്റേജിൽ ഇടുക. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പയർ ചെയ്യുവാണ്. 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പയർ ചെയ്യുവാണ്. നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം നോക്കാം. ഇവിടെയും 2015 16 തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2015 2016 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പയർ ചെയ്യുവാണ്. സെയിലുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, പിന്നെ കുറേ ചിലവുണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. സോ നമ്മളിതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഇതും അതിനേക്കാളും സിമ്പിളാണ്. സെയിം ഫോർമാറ്റ്, ഒരു പർട്ടിക്കുലർ കോളം 2015 2016 എമൗണ്ട്, പെർസെൻറ്റേജ്, അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ സെയിൽ എടുത്ത് എഴുതുക. സെയിൽ 2 കൊല്ലത്തെയും സെയിൽ എഴുതുക, കമ്പയർ ചെയ്യുക, പെർസെൻറ്റേജ് കാണുക. എടാ അതെല്ലാം പഴയ പോലെ തന്നെ. 2015 സെയിൽ എത്രയാ? 15,70,000. 2016 എത്രയാ? 18 ലക്ഷം. എത്ര കൂടി? 2,30,000 കൂടി. അതായത് 14.65% കൂടിയെന്നാണ്. അതെല്ലാം പഴയ പോലെ തന്നെ. സെയിലിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. സെയിലിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കമ്പയർ ചെയ്യുക, കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റും കമ്പയർ ചെയ്യുക. ഈ എമൗണ്ടുകൾ കമ്പയർ ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതും കമ്പയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓരോ എക്സ്പെൻസും കുറയ്ക്കുക. നിങ്ങൾ ജസ്റ്റ് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് തന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസും കുറച്ചാൽ മതി. എന്നിട്ട് ആ എക്സ്പെൻസ് എഴുതുമ്പോഴും ഇതുപോലെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പെർസെൻറ്റേജ് കാണിക്കണം. ലാസ്റ്റ് പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക, ആ പെർസെൻറ്റേജ് കാണിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ എഴുതുന്ന ഓരോ 2 എമൗണ്ടുകളും കമ്പയർ ചെയ്യുന്നതാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് അതിനകത്തുള്ള ചേഞ്ചിൻ്റെ പെർസെൻറ്റേജ് അടുത്ത കോളത്തിൽ കാണിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ഇത് പഠിപ്പിക്കാനില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന 2 എമൗണ്ട് ഇല്ലേ, 2015 2016, ആ എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്ത് ഇവിടെ എഴുതുക, അതിൻ്റെ പെർസെൻറ്റേജ് ഇങ്ങോട്ട് എഴുതുക. ദാറ്റ്സ് ഓൾ. ഇതാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയ്ക്ക് സിമ്പിളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമുള്ള ടോപ്പിക്കാണ്. ചോദിച്ചാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതാകാം, 4 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വരാം. ചാൻസ് കുറവാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. പേര് കേട്ടോണേ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെയും കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട്. എന്താണ് ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്കൊന്ന് നോക്കാം. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ ആദ്യം ബാലൻസ് ഷീറ്റ് നോക്കാം. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നോക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ലയബിലിറ്റി സൈഡിലും ഐറ്റംസ് ഉണ്ട്, അസറ്റ് സൈഡിലും ഐറ്റംസ് ഉണ്ട്. നമ്മളോട് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. കോമൺ സൈസ് അത്രയ്ക്ക് എളുപ്പമാണ്, വിട്ടുകളയല്ലേ. സംഭവം എന്താ, ഇത്രയേ ഉള്ളൂ, നിസ്സാരമായ കാര്യം. ശ്രദ്ധിച്ചോണേ. ആദ്യം അസറ്റ്. ഇവിടെ ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പെർസെൻറ്റേജ്. സംഭവം ഇത്രയേ ഉള്ളൂ, നിസ്സാരമായിട്ട് പറഞ്ഞുതരാമേ. ആദ്യം ഫിക്സഡ് അസറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 4 ലക്ഷം. നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ,
ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന, കേട്ടോണേ, ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെ എമൗണ്ട് ടോട്ടൽ ഐറ്റത്തിൻ്റെ, ടോട്ടൽ അസറ്റിൻ്റെ, ഇപ്പോൾ അസറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഓരോ അസറ്റിൻ്റെയും എമൗണ്ട് ടോട്ടൽ അസറ്റിൻ്റെ എത്ര ശതമാനം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ടോട്ടൽ അസറ്റ് 8 ലക്ഷം, കേട്ടോ, ടോട്ടൽ അസറ്റ് 8 ലക്ഷം. 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ്? 4 ലക്ഷം എന്ന് മാത്രം എഴുതിയാൽ മതി. 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ്? 4 ലക്ഷം, അതായത് 50%. അങ്ങനെ എഴുതിയാൽ മാത്രം മതി. ടോട്ടൽ അസറ്റിൻ്റെ എത്ര ശതമാനമാണ്, ഈ ഓരോ എമൗണ്ടും ഇതിങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇതാണ് സംഭവം. അതാണ് ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ അസറ്റായ 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയ 4 ലക്ഷം? 50%. ടോട്ടൽ അസറ്റ് 8 ലക്ഷം, അതിൻ്റെ എത്ര ശതമാനമാണ്? ഫർണിച്ചർ 40,000, 5%. അത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 8 ലക്ഷം ഇൻറ്റു 100 എന്ന് എടുത്താൽ മതി. 4 ലക്ഷം ഡിവൈഡഡ് ബൈ, അതായത് ഓരോ അസറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100. കേട്ടോ, ഓരോ അസറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100. അതാണ് ഈ പെർസെൻറ്റേജ്. അങ്ങനെ ഓരോ അസറ്റും ടോട്ടൽ അസറ്റിൻ്റെ എത്ര ശതമാനമാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ അതിനകത്ത്. അതുപോലെ തന്നെ ലൈബിലിറ്റിയും വരും. ടോട്ടൽ ലൈബിലിറ്റി 8 ലക്ഷമല്ലേ? അപ്പോൾ 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് ഈ ഓരോ ലൈബിലിറ്റിയും? 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് ഷെയർ ക്യാപിറ്റൽ? 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് റിസർവ്? 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് ഡിബഞ്ചർ? 8 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം ക്രെഡിറ്റർ? ആ പെർസെൻറ്റേജ് എഴുതിയാൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇതാണ് വലിയ മഹാസംഭവം എന്നൊക്കെ പറയുന്നത്. ഇത്ര സിമ്പിളാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടോട്ടൽ അസറ്റിൻ്റെയും ലൈബിലിറ്റിയുടെയും എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റവും, അത് മാത്രം നോക്കിയാൽ മതി. അതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇനി ഇതുപോലെ തന്നെ കോമൺ സൈസ് പി ആൻഡ് എൽ ഉണ്ട്. കോമൺ സൈസ് പി ആൻഡ് എൽ അക്കൗണ്ട്. കോമൺ സൈസ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റവും സെയിലിൻ്റെ കുറിച്ച് വെച്ചോ. അതാണ് കൺഫ്യൂഷൻ വരുന്നത്. കോമൺ സൈസ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റവും സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിൽ ഇവിടെ 500 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ എമൗണ്ടും സെയിലിൻ്റെ എത്ര ശതമാനമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വരും. സെയിലാണ് ഇവിടെ 100 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിൽ 100%. 500 എന്ന് പറയുന്നത് 500ൻ്റെ 100% അല്ലേ? 500 എന്ന് പറയുന്നത് 500ൻ്റെ 100% എന്ന് ഉദ്ദേശിക്കുക. താഴോട്ട് പോകുമ്പോൾ ഓരോ ഐറ്റവും കോസ്റ്റ് ഓഫ് സെയിൽസ് 325, സെയിലിൻ്റെ 65%. അത് കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് സെയിലിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന രീതിയിൽ ഓരോ എമൗണ്ടും, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ എമൗണ്ടും സെയിലിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ഈ കണ്ടുപിടിച്ചെഴുതുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഓരോ എമൗണ്ടും ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100 ആണ്. ഈ ഓരോ എമൗണ്ട് എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ സെയിലിൻ്റെ എമൗണ്ട് ഇൻറ്റു 100. ഇത്രേ ഉള്ളൂ കോമൺ സൈസ് പി ആൻഡ് എൽ. അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിൻ്റെയും ടോട്ടൽ ലൈബിലിറ്റിയുടെയും എത്ര ശതമാനമാണ് ഓരോ അസറ്റും ഓരോ ലൈബിലിറ്റിയും എഴുതുക. കോമൺ സൈസ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് ഓരോ ഐറ്റം എന്ന് കണ്ടുപിടിച്ച് മാത്രം എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് കോമൺ സൈസ് പി ആൻഡ് എൽ. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക്ക്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ട്രെൻഡ് അനാലിസിസ്. ഏറ്റവും ചാൻസ് ഉള്ളത് ട്രെൻഡ് അനാലിസിസ് ചോദിക്കാനാണ്. 4 മാർക്കിന് ട്രെൻഡ് അനാലിസിസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ മതി. ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ എമൗണ്ടിന് എന്ത് വ്യത്യാസം വരുന്നതെന്നാണ്. ഓക്കെ, ഇവിടെ ഒരു കമ്പനിയുടെ സെയിലും പ്രോഫിറ്റും 2010 തൊട്ട് 2015 വരെ തന്നിട്ടുണ്ട്. ഏതോ ഒരു കമ്പനിയുടെ 2010 തൊട്ട് 2015 വരെയുള്ള സെയിലും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ട്രെൻഡ് അനാലിസിസ് നടത്തണമെന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ്. ആദ്യം സെയിലിൻ്റെത്, പിന്നെ പ്രോഫിറ്റിൻ്റെത്. രണ്ടും രണ്ടായിട്ടാണ്. സെയിലിൻ്റെ ട്രെൻഡ് ആദ്യം നടത്തണം, പ്രോഫിറ്റിൻ്റെത് പിന്നെ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ വർഷം ഏതാ? 2010. 2010 സെയിൽ എത്രയാ? 30. അവിടെ കേട്ടെ ഞാൻ പറഞ്ഞ കേട്ടോണേ. 2010 സെയിൽ 30. ആ സംഖ്യ, ഏറ്റവും ആദ്യത്തെ വർഷത്തെ സംഖ്യ 100 ആണ് എന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യത്തെ സംഖ്യ 2010 ആദ്യത്തെ വർഷം. സോ ആ 30 നിങ്ങൾ 100 എന്നങ്ങ് എഴുതുക. ആദ്യത്തെ സംഖ്യയെ 100 എന്നങ്ങ് വിചാരിക്കുക. ഈ 30 എന്ന സംഖ്യയാണ് ഇപ്പോൾ ഇവിടെ 100 എന്ന് വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വർഷം എത്രയാ? 40. രണ്ടാമത്തെ വർഷം 40. സോ 30 എന്ന എമൗണ്ട്
100 ഈക്വലൻ്റ് ആണെങ്കിൽ 40 എന്ന സംഖ്യ 100 ഈക്വലൻ്റ് ആയിട്ട് ഏത് നമ്പറിലോട്ട് പോകുമെന്ന് പറയണം. അതായത് ഇതിനെല്ലാം 100 കൺവേർട്ട് ചെയ്യുവാണ്. എടോ 2010 സെയിൽ എത്ര? 30. ആ 30 എന്ന സംഖ്യ 100 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എങ്കിൽ 40 എന്ന സംഖ്യ ഇതാ ഇങ്ങനെയാണ്, 40 അതായത് 40/30 ഇൻറ്റു 100. അതായത് നമുക്ക് ഈ വർഷം കാണേണ്ട ഏതാ? 40 അല്ലേ? ഡിവൈഡഡ് ബൈ 40/30 ഇൻറ്റു 100. അപ്പോൾ ഓരോ സംഖ്യ എടുത്ത് ഡിവൈഡ് ബൈ 30 ഇൻറ്റു 100 അടിച്ചാൽ മതി. 48/30 ഇൻറ്റു 100, 56/30 ഇൻറ്റു 100, 70/30 ഇൻറ്റു 100, 90/30 ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 100 ഈക്വലൻ്റ് ആയ നമ്പർ കിട്ടും. ഇതിനെയാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ പ്രോഫിറ്റും. ആദ്യത്തെ എമൗണ്ട് 5 അല്ലേ? ആ 5നെ 100 ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് 8/5 ഇൻറ്റു 100, 10/5 ഇൻറ്റു 100, 15/5 ഇൻറ്റു 100, 20/5 ഇൻറ്റു 100, 24/5 ഇൻറ്റു 100. ഇങ്ങനെ ഓരോന്നും ചെയ്ത് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ 4 മാർക്കിൻ്റെ കേസ്. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും ഇത്ര സിമ്പിളാണ്. അതുകൊണ്ട് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഈ രീതിയിലാണ് ഈ മൂന്ന് ടോപ്പിക്കും ചെയ്ത് തീർക്കേണ്ടത്. ഓക്കെ.